അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ കൊച്ചു സൈന്യവുമായി സംഘവുമായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പകരക്കാരനായി മഹാനായ അന്ധനായ സഹാബി അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനെ നിയോഗിച്ചു. പിന്നെ കുറച്ചങ്ങോട്ട് എത്തി ഏകദേശം റൗഹ എന്ന് പറയുന്ന സ്ഥലം. റൗഹ എന്ന് പറയുന്നത് ഈ റൂട്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അത് മദീനയിൽ നിന്ന് ബദറിലേക്ക് പോകുമ്പോൾ നമ്മൾ കടന്നു പോകുന്ന ഒരു ഇടത്താവളം എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ഒരു കിണറുണ്ട്, ബിഅ്റു റൗഹ. അവിടെ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തോന്നി സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വരിക എന്നറിയില്ല. അതുകൊണ്ട് അന്ധനായ ഒരു സഹാബി മാത്രം മദീനയിലെ പൊതുഭരണത്തിന് തൻ്റെ പ്രതിനിധിയായി ഉണ്ടായാൽ പോരാ എന്ന് തോന്നുകയും അബൂ ലുബാബ ബിൻ അൽ മുൻദിർ റളിയല്ലാഹു അൻഹുവിനെ വഴിയിൽ നിന്നും മടക്കി അയക്കുകയും മദീനയുടെ കാര്യം നോക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തുകയും ചെയ്തു. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ആയിരുന്നു പതാക വഹിച്ചിരുന്നത്. പതാക അനിവാര്യമാണ്. എന്തിനാപ്പോൾ അതിന് പതാക എന്ന് ചോദിച്ചാൽ നമ്മളെ ഇന്നത്തെ കാലത്തേതുപോലെ പോരിമ കാണിക്കാൻ വേണ്ടിയോ മറ്റോ അല്ല പതാക. സാധാരണഗതിയിൽ യുദ്ധ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ യുദ്ധമേഖലകളിലൊക്കെ ആര് പോകുമ്പോഴും പതാക കയ്യിൽ വെച്ചിരിക്കണം. പതാക കണ്ടാൽ വഴി കവർച്ചക്കാർ തുടങ്ങിയ ദുഷ്ട ലാക്കുള്ള ആൾക്കാരൊന്നും അവരെ ഒന്നും ചെയ്യാൻ മുന്നോട്ട് വരികയില്ല. അതുകൊണ്ട് പതാക ഉണ്ടാകും. വെളുത്ത പതാകയാണ് ഉണ്ടായിരുന്നത്. അത് വഹിച്ചിരുന്ന മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. രണ്ട് സംഘമായിരുന്നു അവർ. ഒന്നിൽ മുഹാജിറിങ്ങളുടെ നേതാവ് മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അൻസാരികളുടെ നേതാവ് മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. പിന്നെ ഒരു സൈന്യമായി പോകുമ്പോൾ, പതാക വഹിച്ച ഒരു സൈന്യമായി പോകുമ്പോൾ സ്വാഭാവികമായും വലതുഭാഗത്തൊരാൾ വേണം, ഇടതുഭാഗത്തൊരാൾ വേണം, പിൻഭാഗത്തൊരാൾ വേണം, മുൻഭാഗത്തൊരാൾ. അങ്ങനെ ഒരു സൈന്യത്തിൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണ്. മുൻഭാഗത്തൊരാളുണ്ടാവും. അദ്ദേഹം പതാക വഹിക്കുന്ന ആളാണ്. അദ്ദേഹത്തെ ആരും നേരിട്ട് വന്ന് ആക്രമിക്കാൻ പാടില്ല എന്നതാണ് യുദ്ധമുറയും നീതിയും. വലതുഭാഗത്തൊരാൾ വേണം, ഇടതുഭാഗത്തൊരാൾ വേണം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലതുഭാഗത്ത് മഹാനായ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു വെച്ചു. അതുപോലെ തന്നെ ഇടതുഭാഗത്ത് മഹാനായ മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിനെയും നിയമിച്ചു. കാരണം അവരുടെ രണ്ടുപേരുടെയും കയ്യിലാണ് കുതിര ഉള്ളത്. ആയതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ രണ്ടുപേരും. അതുപോലെ തന്നെ സാഖത്ത് വേണം. സാഖത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തിലുള്ള ആളായിട്ട് വെച്ചത് ഖൈസ് ബിൻ അബൂ സഅസഅ റളിയല്ലാഹു അൻഹുവിനെ ആയിരുന്നു. ഇങ്ങനെയായിരുന്നു ആ സംഘത്തിൻ്റെ സ്ട്രക്ചർ. അങ്ങനെയായിരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു ജനറൽ ക്യാപ്റ്റൻ, പൊതുവായ ക്യാപ്റ്റൻ. അങ്ങനെ അവർ നേരെ മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുന്ന വഴിയിലേക്ക് ഇറങ്ങി മക്ക റോഡിലൂടെ കുറച്ച് മുന്നോട്ട് പോയി. അങ്ങനെ അവർ റൗഹായിലെത്തി. റൗഹായിൽ നിന്ന് വഴി രണ്ടായി തിരിയുന്നുണ്ട്. ഒന്ന് മക്കയിലേക്ക് പോകുന്നത്, ഒന്ന് മദീനയിലേക്ക് പോകുന്നത്. അപ്പോൾ റൗഹായിൽ നിന്ന് വലത്തോട്ട് തിരിയുകയാണ് ബദറിലേക്ക് പോകാൻ ചെയ്യേണ്ടത്. റൗഹായിൽ നിന്ന് വലത്തോട്ട്, അതായത് മക്ക റോഡ് റൗഹായിലെത്തിയാൽ നമ്മുടെ ഇടതുവശത്തായിരിക്കും. അവിടെ നിന്ന് പോയിട്ട് സഫറ എന്ന സ്ഥലത്ത്, ബദർ എന്ന് പറയുന്ന മലഞ്ചെരുവിൻ്റെ ഏറ്റവും അടുത്ത കേന്ദ്രവും ഗ്രാമവുമാണ് സഫറ എന്ന് പറയുന്നത്. അങ്ങനെ സഫറയിലെത്തിയപ്പോൾ ഇനിയിപ്പോൾ ശത്രുവിൻ്റെ നീക്കത്തെക്കുറിച്ച്, വരവിനെക്കുറിച്ചൊക്കെ കൃത്യമായ വിവരം ശേഖരിക്കേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുവിൻ്റെ വരവ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി രണ്ട് പേരെ, ഒന്ന് ബസ്ബസ് ബിൻ അംർ റളിയല്ലാഹു അൻഹു, രണ്ട് ഉദയ്യ് ബിൻ അബു സഅബാൽ യുഹനി റളിയല്ലാഹു അൻഹു, ഈ രണ്ട് പേരെയും പറഞ്ഞയച്ചു. അവർ നേരെ പോയിട്ട് വടക്കോട്ട് പോയി. അതായത് ബദറിലെത്തിച്ചേരുന്ന ആ വഴിയിലൂടെ അവർ നേരെ മുന്നോട്ട് പോയി, ഷാം ഭാഗത്തേക്ക് പോയി, വടക്കോട്ട് പോയി. അവർ പിന്നെ അബൂ സുഫിയാൻ എവിടെ എത്തി എന്നറിയുക എന്നതാണ് അവരുടെ ഉദ്ദേശം. അതുകൊണ്ട് പാത്തും പതുങ്ങിയും എല്ലാമാണ് പോകുന്നത്. അങ്ങനെ അവർ പോയി. അതേസമയം അബൂ സുഫിയാൻ, കച്ചവട സംഘത്തിൻ്റെ നേതാവായിരുന്ന അബൂ സുഫിയാൻ വലിയ ബുദ്ധിമാനായ ഒരാളാണ്. വലിയ യുക്തിയൊക്കെ ഉള്ള ആളാണ്. കാര്യങ്ങളെ മുൻകൂട്ടി കാണാനുള്ള ഒരു പ്രത്യേക കഴിവൊക്കെ ഉള്ള ഒരു ആളാണ് അബൂ സുഫിയാൻ. പിന്നീട് ഇസ്ലാം മതം സ്വീകരിക്കുകയുണ്ടായി. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും വേണ്ടി വലിയ ത്യാഗങ്ങൾ, വലിയ സേവനങ്ങളൊക്കെ
അബൂ സുഫിയാൻ ചെയ്യുകയുണ്ടായി. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ആ ചരിത്രങ്ങളെല്ലാം. അങ്ങനെ അവർ രണ്ടുപേരും പോയി നോക്കി. ആ സമയത്ത് അബൂ സുഫിയാൻ അലേർട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അബൂ സുഫിയാൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഏത് സമയവും മുഹമ്മദും തൻ്റെ അനുയായികളും തനിക്ക് നേരെ ചാടി വീണേക്കാം എന്നവർ തോന്നി. കാരണം കാര്യങ്ങളൊക്കെ നേരെ ചൊവ്വയെ മനസ്സിലാക്കാനുള്ളൊരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. എന്നെ ആരും ആക്രമിക്കില്ല എന്നൊക്കെ പറയാനുള്ള ഒരു കപടമായ ധൈര്യം അതിൻ്റെ ആളായിരുന്നില്ല അദ്ദേഹം. അതുകൊണ്ട് തനിക്ക് കടന്നു പോകാനുള്ള മദീനയിലെ വഴി, പ്രത്യേകിച്ചും ബദർ ഏരിയ അപകടം നിറഞ്ഞതാണ് എന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ നോക്കി, 4 ഭാഗവും നോക്കി ശുഷ്കാന്തി കാണിച്ച് ഉദ്വേഗത്തോടു കൂടെയായിരുന്നു അബൂ സുഫിയാൻ്റെ വരവ്. പ്രത്യേകിച്ചും അബൂ സുഫിയാൻ അറിയാം തൻ്റെ കച്ചവട സംഘം എന്ന് പറഞ്ഞാൽ ഈ സമീപകാലത്തൊന്നും മക്ക കണ്ടിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത അത്രയും വലിയ സമ്പത്തുള്ള ഒരു കച്ചവട സംഘമാണ്. അതുകൊണ്ട് തന്നെ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലായി. വഴിയിൽ അപകടം പതിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അബൂ സുഫിയാൻ എന്ത് ചെയ്യും, വഴിയിൽ കാണുന്നവരോടൊക്കെ ചോദിക്കും, അല്ല മദീനയിൽ വല്ല തിരയനക്കവുമുണ്ടോ, വല്ല നീക്കവുമുണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണ് വരുമായിരുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.